ഇടവേള കഴിഞ്ഞ് നമ്മൾ തിരികെ എത്തുമ്പോൾ നേരെ പോകുന്നത് ഫേസ്ബുക്ക് അക്കൗണ്ട് നീക്കിയതിനെ നിയമപരമായി നേരിടുമെന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകൻ എൻ മാധവൻകുട്ടി മീഡിയ വണ്ണിനോട്. വിലക്ക് കേരള പോലീസിന്റെ ആവശ്യപ്രകാരമെന്നാണ് മെറ്റ അറിയിച്ചത്. കാരണം വ്യക്തമാക്കിയില്ല. സംഘപരിവാറിനെ വിമർശിച്ചതിന് ഭീഷണി സന്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇടതുപക്ഷത്തെയും വിമർശിക്കാറുണ്ട്. താൻ ഇടതുപക്ഷ നിലപാടുകൾക്കൊപ്പമാണ്. അക്കൗണ്ട് നീക്കിയതിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും മാധവൻകുട്ടി മീഡിയ വണ്ണിനോട് പറഞ്ഞു. കഴിഞ്ഞ കുറേ നാളുകളായി 14 വർഷം വളരെ ആക്റ്റീവായ സാമൂഹ്യ വിമർശനവും രാഷ്ട്രീയ വിമർശനവും ഒക്കെ ഉൾപ്പെടുന്ന ഫേസ്ബുക്ക് പേജ് പോലീസിൻ്റെ അറിയിപ്പ് പ്രകാരം മെറ്റ ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്നു എന്നൊരു സാഹചര്യം വന്നിരിക്കുകയാണ്. അതിലേക്ക് നയിച്ച കാര്യങ്ങൾ സംബന്ധിച്ച് അദ്ദേഹം തന്നെ വളരെ വിശദമായി പറയും. മെറ്റയുടെ നോട്ടിഫിക്കേഷൻ എൻ്റെ സുഹൃത്തുക്കൾ കണ്ട് എന്നെ അറിയിക്കുകയായിരുന്നു. വാസ്തവത്തിൽ ഒരാഴ്ചയോളം എനിക്ക് എൻ്റെ പോസ്റ്റുകൾക്ക് അല്ലെങ്കിൽ എൻ്റെ പേജിന് ഇന്ത്യയിൽ സമ്പൂർണ്ണ നിരോധനം ഇന്ത്യക്കകത്ത് ഉണ്ടെന്നുള്ളത് ഞാൻ അറിയാതെ എൻ്റെ താങ്കൾ സൂചിപ്പിച്ച പോലെ 14 കൊല്ലമായി വെറും ഒരു എൻ്റെ കുടുംബകാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരിക്കലും ഇത്തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. രാഷ്ട്രീയ സാമൂഹ്യ വിമർശനവും അഭിപ്രായങ്ങളും പ്രകടിപ്പിക്കാൻ അത് തുടരെ ഒരു കൃത്യതയോടെ ഒരു ഉത്തരവാദിത്തമായി രാഷ്ട്രീയ ഉത്തരവാദിത്തമായി മാധ്യമപ്രവർത്തനമായി നടത്തിക്കൊണ്ടുവരുന്ന ആളായിരുന്നു ഞാൻ. എനിക്ക് മെറ്റ നോട്ടിഫൈ ചെയ്യുന്നില്ല. മെറ്റയുടെ നോട്ടിഫിക്കേഷനിൽ പറയുന്നത് ഞങ്ങൾ ഇന്ത്യയിൽ ഇത് തടയുന്നു. ആരുടെ ആവശ്യപ്രകാരം? കേരള ലോ എൻഫോഴ്സ്മെൻറ്റ് അതോറിറ്റി, അതായത് കേരള പോലീസ്. ഇപ്പോൾ കേരള പോലീസാണല്ലോ കേരളത്തിലെ അപ്പോൾ കേരള പോലീസ് ആവശ്യപ്പെട്ട പ്രകാരമാണ് നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രവർത്തനം ഇന്ത്യയിൽ തടഞ്ഞിരിക്കുന്നത്. ഞാനിതിനെതിരായിട്ട് എനിക്ക് പറ്റാവുന്ന നിയമ നടപടിയുമായി പോലീസിനോട് സമീപിക്കുകയാണ്. എന്താണ് ഞാൻ ചെയ്ത കുറ്റം ഇത് നിർത്തുന്നതിന്? അത് ഇന്നത്തെ മോഡി സർക്കാരിൻ്റെ നിയമങ്ങൾ, അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും വിശദീകരണം തരുമോ എന്ന് എൻ്റെ വക്കീലിന് മാത്രമേ അറിയുള്ളൂ. വളരെ ജനാധിപത്യ വിരുദ്ധവും ഇന്നത്തെ ഫാസിസ്റ്റ് രാഷ്ട്രീയ കാലഘട്ടത്തിൽ ഒരു ഇടതുപക്ഷ സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ചെയ്യാൻ പാടില്ലാത്തതുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ രാഷ്ട്രീയം പക്ഷേ രാഷ്ട്രീയം മാറുന്നില്ല. ഞാനൊരു CPM വിരോധിയോ CPM ഇല്ലാതെ ഇവിടെ ഫാസിസത്തെ ചെറുക്കാൻ കഴിയുമെന്നോ വിശ്വസിക്കുന്ന ആളേ അല്ല. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ജനാധിപത്യ ഇടതുപക്ഷത്തിൻ്റെ മൂല്യങ്ങളാണ് ഇതുവരെ ഞാൻ നിലനിർത്തിയിട്ടുള്ളത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഏറ്റവും RSSന് അപകടകരമാണ്. പക്ഷേ CPMന് അത് അപകടകരം ആവേണ്ട കാര്യമില്ല. അത് RSSൻ്റെ എന്നോടുള്ള ഭയം CPMും പങ്കുവയ്ക്കുന്നുണ്ടെങ്കിൽ അത് വലിയ അപകടമാണ് കേരളത്തിൽ. കാരണം അത്ര അസഹിഷ്ണുത എന്ന് പറയുന്നത് ഫാസിസത്തെ വളർത്താൻ സഹായിക്കുകയുള്ളൂ. അതിപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ബലമൊക്കെ നമുക്ക് ചെറിയ ആശങ്കകൾ വരുത്തുന്നുണ്ട്. ബീഹാറിൽ പോയിരുന്നു. കാരണം ഒരു ഐക്യദാർഢ്യത്തിന് വേണ്ടി, മലയാളികളുടെ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി അവിടെ ആ ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ നടുവിലാണ് ഡൽഹിയിൽ ഡോക്ടർമാർ ഉടനെ തന്നെ പ്രതിയാക്കപ്പെട്ട വിസ്ഫോടനം നടക്കുന്നത്. അപ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ട്, എന്നാൽ അതേസമയം ഇതിൻ്റെ സമയത്തിൽ സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു വരി ഈ സൂചനയുടെ പേരിൽ, ഈ സംശയത്തിൻ്റെ പേരിലാണോ എന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നു സംശയം. കാരണം അതിനുശേഷം അതില്ലാത്ത വണ്ണമുള്ള വിദ്വേഷ മെയിലുകൾ എനിക്ക് വന്നു തുടങ്ങി. കുറെ കൂടി വളരെ സീരിയസ് ആയ, കുറെ കൂടി ഗൗരവമുള്ള വിഷയങ്ങളാണ്. മെറ്റ ഒരു ബാർ ചെയ്തിരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് അതിന് നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ്, നിയമപരമായി നേരിടാൻ തന്നെയാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത്. ക്യാമറ പേഴ്സൺ സച്ചിൻ സച്ചിക്കൊപ്പം അഹമ്മദ് മുജ്തബ, മീഡിയ 1, കൊച്ചി.